എന്റെ മോളെ ഒരു ഉറുമ്പ് അടിക്കണ വേദന ഉണ്ടാവൂ. അതുപോലും ഉണ്ടാവില്ല. കുട്ടി അറിയ പോലുമില്ല. നോക്കിക്കോളൂ. ശാരദമ്മേ, തല ചേർത്ത് പിടിച്ചോളൂ. ഈ കുട്ടി എല്ലാറ്റിനും ഓരോ സമയമുണ്ട്. വയസ്സ് 7 ആയപ്പോഴാ കരയില്ലേ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പോഴോ വേദന എടുത്ത കുട്ടിക്ക്? അപ്പൊ ഒരു കാതിൽ മതിയോ കമ്മല്? കാത് കുത്തുമ്പോ പെൺകുട്ടികൾ കരയോ? കഴിഞ്ഞില്ലേ പണ്ടാരം? എപ്പോഴേ കഴിഞ്ഞു? അച്ഛന്റെ മോളോ പൊന്നു കരയല്ലേ കരയല്ലേ. ഇപ്പൊ മാറും. പൊന്നിന്റെ കമ്മലിടുമ്പോ അച്ഛന്റെ മോള് സുന്ദരി കുട്ടിയാവുന്നറിയോ? കരയല്ലേ പൊന്നു, അച്ഛന് സഹിക്കണില്ല. പണ്ടാരടങ്ങാൻ ഇതിപ്പോ കുത്തണ്ട ഒരു കാര്യവും. ഈ കരച്ചില് കാണാണ്ടിരിക്കാൻ വേണ്ടി എത്ര നാളും വേണ്ടെന്ന് വെച്ചത്. കരയല്ലേ മോളെ, കരയല്ലേ. മണി ഇതിപ്പോ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ? ഏടത്തി മിണ്ടാണ്ടിരിക്കണ്ടോ? എനിക്കിടെ ആകപ്പാടെ കൊഞ്ചിക്കൽ ഇത്തിരി കൂടുതലാ. പെൺകുട്ടിയാ, നിലത്ത് നിർത്തി പഠിപ്പിക്കേ. കാത് കുത്തുമ്പോ കുട്ടികളൊന്ന് കാര്യം. അതിന് ഇത്ര ആദ്യം വേണോ വിചാര? നാളെ തന്നെ പോവാൻ നോക്ക്. ഓ കരയില്ല ഓടാ കരയില്ലടാ കുട്ട. പൂച്ചപ്പഴം പറിച്ചേ ശ്രീകുട്ടിക്ക്. ചോര നിന്നിട്ടില്ലല്ലോ. എവിടെ? നാളെ തട്ടേ ഇത് ചോര നിൽക്കണില്ലല്ലോ. ഞരമ്പ് വല്ലതും മാറിയിട്ടുണ്ടാവോ? ഞരമ്പോ? ഞാൻ ആദ്യമായിട്ടൊന്നല്ല കാത് കുത്തണത്. പിന്നെ ചോര നിൽക്കണില്ലല്ലോ. ഡോക്ടർമാരാരെങ്കിലും വിളിക്കണോ? എന്തിന്? ചോര എങ്ങനെ പോയാലോ? പഴയ കാലമൊന്നുമല്ലേ. എന്റെ വിദ്യാരാ, മനുഷ്യന്റെ ചെവിയാ തുളയ്ക്കണേ. കുറച്ച് ചോര വരും. ഒരു തുള്ളി ചോര പോയ ചാവൊന്നുമില്ല. നിങ്ങളുടെ കരുനാക്കൊണ്ട് വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കണ്ട. പോയേ, പൈസ കിട്ടില്ലേ? ഇങ്ങനെ എല്ലാം ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കുറെ കഷ്ടാണേ. ഈ അവയവങ്ങൾ തുളച്ച ആഭരണം ഇടുന്ന പരിഷ്കാരം ആര് കണ്ടുപിടിച്ചാണാവും? ഇപ്പൊ വേദന കുറവുണ്ടോ എന്റെ കുട്ടിക്ക്? എന്റെ കാത് കുത്തിയത് കാരമുള്ളോണ്ടാ. ഒട്ടും വേദന ഉണ്ടാവില്ല. കടുകോളം ചോര വന്നുള്ളൂ. എന്റെ ചെവിയില് ഭസ്മല്ല, അമ്മൂമ്മയെ കാട്ടുന്നോണ്ട മഞ്ഞപ്പൊടി ആട്ടത്. അമ്മയടുത്ത് പറഞ്ഞിട്ട് ഞാൻ ലക്ഷം മഞ്ഞപ്പൊടി കൊടുത്തട്ടെ? വേണ്ട, എല്ലാം കൂടെ കൊളാക്കണ്ട. ഇപ്പൊ വേദനയൊക്കെ മാറിയില്ലേ? എല്ലിയുടെ ചുട്ടിൽ നിറയെ പൂക്കളുണ്ട്. നമുക്ക് മാല ഓർക്കാം. വേണ്ട, ഇപ്പൊ പൂമാലയൊന്നും വേണ്ട. നീ പോയിരുന്ന 4 അക്ഷരം പഠിക്കേ. നമ്മുടെ ഗവൺമെന്റ് പരീക്ഷ നല്ല മാർക്ക് വാങ്ങിച്ച് പരീക്ഷ പാസ്സായില്ലെങ്കിൽ അമ്മയെ പോലെ കുടം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ കാലമൊക്കെ പോയി. ഓ പിന്നെ അവളിപ്പോ പഠിച്ച് പെരപ്പുറത്ത് കയറാൻ പോവല്ലേ. നമ്മളെ കാപ്പി കാപ്പി കുടിച്ചോ. അത് നീ കുടിച്ചോ, അവക്ക് വേറെ കൊടുക്കാം. ഡീ, അപ്പുറത്തേക്ക് വന്ന ഒരു ഗ്ലാസ് കാപ്പി തരാം. എനിക്ക് വേണ്ട. തൊള്ളയുടെ ഓങ്കാരം മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആകെപ്പാടെ സഹായത്തിന് അവളേ ഉള്ളൂ. അടുക്കള എന്തെങ്കിലും എടുക്കാനും ശ്രീകുട്ടി കൂട്ടിനും ഒക്കെ അവളേ ഉള്ളൂ. പാവം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനും പറഞ്ഞേ ഉള്ളൂ. ഇതിന് മുഴുവൻ ഉറുമ്പാണല്ലോ. ഉറുമ്പോ? എവിടെ? ഉറുമ്പല്ല, കാപ്പിപ്പൊടിയാ. കുടുംബത്തൊരു പെണ്ണ് വേണോന്ന്, ഒരു പെൺകുട്ടി ഉള്ളത് വളർന്നു വരികയാണെന്നുള്ള വിചാരം ഉണ്ടോ നിനക്ക്? ദേവേനി മരിച്ചിട്ട് കൊല്ലം 5 ആയി. എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ ഭാവം. ഇനി 3-4 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിനക്ക് കഴിയോ? എന്താ ഒന്നും മിണ്ടാത്തെ? ആ കാര്യം പറയുമ്പോ നാക്കില്ല, ചെവിയും കേക്കില്ല. ഞാൻ എന്താ പറയണ്ടേ? ശ്രീകുട്ടി, അടുക്കളയിൽ അമ്മായി ഇന്നലെ കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട്. മോളെടുത്ത് തിന്നോ. എന്നാ ചെന്ന് പല്ല് തേക്ക്. അച്ഛൻ തേപ്പിച്ചരാ. ആ കുന്നംകുളത്ത് പറഞ്ഞ കുട്ടിയില്ലേ, നല്ല പെൺകുട്ടിയാ. നമുക്കൊന്ന് പോയി കാണാടാ. വേണ്ട, എനിക്ക് പേടിയാ. പെണ്ണ് കാണണതോ? അതല്ല. പിന്നെന്താ? സർപ്പകോപം അല്ലേ? വെറുതെ എന്തിനാ ഒരു പെൺകുട്ടിയുടെ പാമ്പ് പിടിപ്പിച്ച് കൊല്ലിക്കണേ? ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിച്ചുണ്ടാക്ക. ആരെ കോപിച്ചേക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മണി, പൊട്ടിച്ചു കളഞ്ഞൊന്നും കൂട്ടിച്ചേർക്കണ്ട. കണ്ടോ, മിണ്ടാണ്ട് പോണോ? വിഷ്ണു ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ ഏറ്റനാവൂര് പാടിയൊഴിക്കുന്നേ. രാപ്പനി മേ പനി ഞെട്ടി പനികളും ഉള്ളവ വീണ കൊണ്ട് പാടിയൊഴിക്കുന്നേ.
കാലം വാഴണേ. ഒരു പാട്ടുകൂടി പാടുള്ളൂ തീ. നേരമില്ല സാറേ, കൂടി ചെന്നിട്ട് വേണം പണിക്ക് പോവാൻ. ഇവിടത്തെ കുട്ടികളുടെ ആയതുകൊണ്ടാ ഇന്ന് തന്നെ വന്നേ. അല്ലെങ്കിൽ ഞായറാഴ്ച പാട്ടിന് പോക്കുള്ളൂ. ദക്ഷിണ കൊടുക്ക കുട്ടാ. ഉവാവൊന്നും വരില്ല. സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. ദോഷമില്ല. കുറച്ചേരം കൂടി നിന്നാ ഇത്തിരി കഞ്ഞി ഒഴിച്ചിട്ട് പോവാൻ സരോജിനി. അയ്യോ വേണ്ട, നേരില്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ കിട്ടിയ ചമ്മന്തി അരക്കായിരുന്നു. കുട്ടാ, നാണിയുടെ ഒരു നാളീരം തരാൻ പറയൂ. ആരാ നിനക്ക് കൂട്ട? ആരുമില്ല. കുറച്ചാളൊരു ചെക്കനുണ്ടായിരുന്നല്ലോ. ഗുരുവായൂരുള്ള എന്റെ ഒരു അമ്മായിയുടെ മോനാ. അവിടെ പഠിക്കില്ല, കളിച്ചു നടക്കാന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഉണ്ടാക്കി. ഇവിടെ അവനെ 7 തോറ്റു. ഒരു പോത്തനാ. എന്നാലും തുണയ്ക്കൊരു ആൺകുട്ടികൾ നല്ലതല്ലേ? അതില്ലെങ്കിലും സാരില്ല. എന്റെ മോള് മുതിർന്നു വരിക. വെറുതെ എന്തിനാ ഒരു വയ്യാവേലി? അതും ശരിയാ, കാലം നന്നല്ല. നിന്റെ മോള് ഇപ്പൊ എത്രയല്ല പഠിക്കണേ? 10ല്. അവളുടെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ അന്വേഷിക്കുകയോ ചെയ്യോ? കണ്ടിട്ടും കൂടി ഇല്ല. എന്റെ മോൾക്ക് അച്ഛനില്ല. ഇവർക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ടോ? കണ്ടാ തോന്നില്ല കേട്ടോ. 2 months later, early in June, after an absence of 15 years, I found myself in London once more, and among the many friends who greeted me on my arrival was the familiar figure of Mr. Gokhale in wholly unfamiliar European garments, and yes, actually an English top hat. I stared at him for... നീ വലിയ പെണ്ണായല്ലോടെ. ശല്യം. എന്താടോ എന്റെ പഠിക്കലൊരു ചിരിയും കളിയും? ഓ എന്റെ അടുത്ത് വേണ്ട. ചിരിയാത്ത കഷായം എന്താ വേണോ? ഞങ്ങൾക്കും താടേ കൊറേശ്ശെ. ദേ രാവിലെ എന്നെ കൊണ്ട് പുളിച്ച വർത്താനം പറയിക്കല്ലേ. കിട്ടണൊരു ഭാഗ്യവന്മാര്. അവസാനം വല്ല കാക്കയ്ക്കും പരുന്തിനും കൊണ്ടേ കൊടുക്കാതാ മതി. നായിട്ട് തിന്നൂല, പയ്യനിട്ട് തിറ്റൂല. വേണ 50 ഉറുപ്യ മുളകിട്ടൊരു പിടുത്തായിട്ട് പിടിച്ചോണ്ടല്ലോ. വേണ്ട. അതിന് വേണൊരു ഭാഗ്യം. എന്തിനാ ചൈലി പാവം പക്ഷികളെ വെടിവെച്ചല്ലേ? തിന്നാൻ. അയ്യേ, പക്ഷികളെ തിന്നേ? ആ, ഈ രാക്ഷസന്മാരെ കഥ കേട്ടില്ല അച്ഛന്റെ മോള്? മനുഷ്യന്മാരിലുണ്ട് രാക്ഷസന്മാര്. അയാളുടെ രാക്ഷസനാ? ആ, എന്താ ചക്കിക്കുട്ടിയത്? കുട്ടി പേടിച്ചു പോയല്ലോ. പതുക്കെ പതുക്കെ. എവിടെ എന്റെ മോളുടെ കാത് കുത്തിയത്? ഹായ്. ഇനി നല്ലൊരു പച്ചക്കല്ല് വെച്ച കമ്മലും കൂടി ഇടുമ്പോ എന്റെ കുട്ടിയൊരു സുന്ദരി കുട്ടിയാവും. ഓ വാങ്ങി വെച്ചിട്ട് 2-3 കൊല്ലായി. മിനിക്കുട്ടിയെ, മോളെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണട്ടോ. കാത് കുത്തിയതാ, ചിലപ്പോ പനിക്കും. ആ തോക്കം പിടിച്ചപ്പോണ ആളല്ലേ? രാക്ഷസനാ. ആരാ പറഞ്ഞതിനോടി നോണയൊക്കെ? നോണല്ല, അച്ഛൻ പറഞ്ഞതാ. മിനിയേ, എവിടെയാ എന്റെ ചെരുപ്പ്? ഒരു സാധനം വെച്ചാ കാണില്ല. അമ്മ ഇപ്പൊ എങ്ങടാ തുള്ളിച്ചാടി? എങ്ങടാന്നോ? പണിക്ക്. ഇത്ര കഴിഞ്ഞിട്ട് പോയാ മതി. അവര് പോയിട്ടില്ല. ആര്? ശ്രീകുട്ടിയുടെ അമ്മായി.
ഓ ഓ ഓ പഴിപ്പിക്കാൻ മൂപ്പ് പോരാ, കറിപ്പാക. ഒരെണ്ണം കൂടി വെട്ടിക്കോ, അല്ലെങ്കിൽ അടുത്തവണ വരുമ്പോഴേക്കും കരക്കാരും ഉണ്ടായി തിന്നും. ആര് മണിയേട്ടനാ? ഒരു തേങ്ങയുടെ ചിരട്ട ചോദിച്ചാൽ തരാത്ത ആളാ, എന്നിട്ടല്ലേ കൊല. അതെ, ചോദിക്കേണ്ടവര് ചോദിക്കണം. ചന്തിയും കുടവാട്ടി ചിലര് ചിരിച്ചു കാട്ടിയാലേ ചങ്ക് പറിച്ചു കൊടുക്കും. ആ സരോജിനിയുടെ കാര്യ പറയണേ. ആരും ഇവിടെ സരോജിനിയാ? ഏയ്, അവൾ അത്ര കാര്യമൊന്നല്ല. അയ്യപ്പ, എനിക്കറിയണ പോലെ നിനക്കറിയില്ലല്ലോ. ദേ ഇത്രയുള്ളപ്പോ മുതൽ എനിക്കറിയാം. മൂക്കട്ടെ ഒലിപ്പിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ അവളുടെ വാലുമേ തൂങ്ങിയാലേ എന്റെ അനിയന് സുഖമുള്ളൂ. അച്ഛനുള്ള കാലത്ത് വൈകുന്നേരം ഒരു മിഠായിയോ ഒരു ഉണ്ണിയപ്പോ കൊണ്ടുവന്നാ അത് തിന്നാതെ എടുത്തു വയ്ക്കും അവൾക്ക് കൊടുക്കാൻ. എന്നിട്ടോ ഞങ്ങളോട് ഗുസ്തി. അവസാനം തലയെ കുടുങ്ങാണ്ട് രക്ഷപ്പെട്ടതേ അച്ഛന്റെ അടിയുടെ ചൂടുണ്ടാ. എന്നിട്ട് അച്ഛൻ തന്നെ രാമൻപിള്ളോനെ വിളിപ്പിച്ച് കാശും കൊടുത്ത് 16 വയസ്സിൽ കല്യാണവും കഴിപ്പിച്ചു. എന്നിട്ടോ 3 മാസം തികച്ചു പൊറപ്പിച്ചു അയാളെ. അത് അവനൊരു വെടംകുരങ്ങായിരുന്നേ. എടാ, അവക്ക് പല സേവകളുണ്ട്. സർപ്പം, നാഗേക്ഷി, ഗുളിയൻ. കണ്ടിട്ടില്ലേ അവളുടെ വീട്ടിനുമർത്ത് പാലച്ചോട്ടിൽ വെച്ചിരിക്കണത്? മണിയുടെ ഭാര്യ വേഷം തൊട്ടല്ലേ മരിച്ചത്? എങ്ങനെയാ? അത് വെള്ളം കോരിപ്പോ ബക്കറ്റിലും തരുന്നല്ലേ? അത് ഇവളുടെ പ്രാർത്ഥനയാ. തല തല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചതാ. ഇപ്പൊ പിന്നെയും കീരിയെ വളഞ്ഞേക്കണ പോലെ വളഞ്ഞേക്ക. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു നീ കണ്ടോ?